ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരാമില്ലെന്നോതിടും തന്മാർവിൽ എന്നെ ചേർത്തിടും. സാരാമില്ലെന്നോതിടും തന്മാർവിൽ എന്നെ ചേർത്തിടും. എന്നും നല്ലാവേൻ യേശുവെന്നും നല്ലാവേൻ. ഇന്നാലെയും ഇന്നും എന്നും അന്യനല്ലാവൻ. യേശു ഇന്നാലെയും ഇന്നും എന്നും അന്യനല്ലാവൻ. ഉലാകവേയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ. ഉലാകവേയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ. തണലെനിക്കു തന്നിടുവാൻ വലഭാഗത്തായുണ്ടു താൻ. തണലെനിക്കു തന്നിടുവാൻ വലഭാഗത്തായുണ്ടു താൻ. എന്നും നല്ലാവേൻ യേശുവെന്നും നല്ലാവേൻ. ഇന്നാലെയും ഇന്നും എന്നും അന്യനല്ലാവൻ. യേശു ഇന്നാലെയും ഇന്നും എന്നും അന്യനല്ലാവൻ. യേശു ഇന്നാലെയും ഇന്നും എന്നും അന്യനല്ലാവൻ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും നിത്യവും വഴി നടത്തുകയും ചെയ്യും ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്കൊരു പ്രാവശ്യം കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ വൈകിയ വേളയെങ്കിൽ കർത്താവെ, ഈ ദൂരത്തും ചാരത്തുമായി ലൈവിലൂടെയും മറ്റേ കർത്താവെ സൂം പ്ലാറ്റ്ഫോമിലൂടെയും അതുപോലെ തുടർന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ഒക്കെയും ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ നാമം മഹിമപ്പെടുവാൻ ഞങ്ങളുടെ നെറ്റ് സിസ്റ്റം ആമേൻ എല്ലാം അപ്പന്റെ കൺട്രോളിങ്ങിലായിരിക്കാൻ ഇടയാക്കണം. കർത്താവിന്റെ ദാസിന് വേണ്ടി സ്തോത്രം. കർത്താവ് കുടുംബമായി ആദരിക്കണം, മാനിക്കണം. ഇന്ന് കർത്താവെ തന്റെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുന്നത് ഏറെ അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കൂടി വരുന്ന ജനത്തിന് വിടുതലിനുമായി ഭവിക്കേണ്ടതിനായി ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. സകലമാനവും മഹത്വവും അവിടുന്ന് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയ പ്രേക്ഷകരെ, നമുക്ക് ഇന്ന് സന്ധ്യാവേളെങ്കിൽ ഒരു പ്രാവശ്യം കൂടി കർത്തൃപാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് സഹായിച്ച സ്നേഹത്തിനായിട്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച നമ്മുടെ നടുവിൽ കർത്താവിന്റെ ദാസൻ ഷിബു MI കടന്നു വന്നിട്ടുണ്ട്. കർത്തദാസിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ ആമേൻ കർത്താവ് തനിക്കും ഇങ്ങനൊരു അവസരം ഒരുക്കിയല്ലോ. നമുക്ക് ഒത്തുചേർന്ന് കർത്താവിന്റെ ദാസനെ ആമേൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കാം. കർത്താവിന്റെ ദാസൻ ഷിബുവിനെ ഞങ്ങൾ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ എവിടെ നിന്നാണ് ഞങ്ങളോടൊത്ത് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒരു വാക്കിൽ ഒന്ന് പരിചയപ്പെടുത്തിയാട്ടെ. എന്റെ പേര് ഷിബു. ഞാൻ താമസിക്കുന്നത് മേപ്രാൻ താമരാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. വീട്ടിൽ ആരൊക്കെയുണ്ട്? നമ്മുടെ പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി ഒരു വാക്കിൽ. അമ്മയുണ്ട്, ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. മക്കൾ 2 പേരും പഠിക്കുന്നു. ഞാനാണ്. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി കർത്തദാസന്റെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ നമ്മുടെ പ്രേക്ഷകരെ വളരെ ആകാംക്ഷയോടെ ആയിരിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ ബാല്യകാലത്തിലെ സ്മരണകൾ എങ്ങനെയാണ് ഈ രക്ഷയിലേക്ക് കടന്നു വരുവാൻ കാരണം, ബാല്യകാലത്തിലെ സ്മരണകളൊക്കെ ഓർത്തെടുത്തുകൊണ്ട് ആമേൻ ജീവിതാനുഭവങ്ങൾക്ക് ഓർത്തിണക്കി നമ്മുടെ പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തീരത്തക്ക നിലയിൽ തന്റെ സാക്ഷ്യങ്ങൾ പങ്കുവെക്കുന്നു വിശ്വസിച്ചുകൊണ്ട് കർത്തദാസനെ സമയം വേർതിരിക്കുന്നു. കർത്തദാസൻ തന്റെ സാക്ഷ്യങ്ങൾ തുടർന്നാട്ടെ. ദൈവനാമത്തിന് നന്ദിയോടെ മഹത്വം ഉണ്ടായി തീരട്ടെ. എനിക്ക് ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് എൻ്റെ സാക്ഷി പറയുവാൻ എനിക്കൊരു അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ട ആൻറ്റിയോടുള്ള നന്ദി ആദ്യം അറിയിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ CSI കുടുംബത്തിലാണ് ജനിച്ചത്, വളർന്നത്, പഠിക്കുക ഒക്കെ ചെയ്തത് CSIയിലാണ്. പള്ളിയുടെ നേതൃത്വ കാര്യങ്ങളിലും പള്ളിയിലൊക്കെയാണ് ഞങ്ങൾ കുടുംബമായി വളരെ സായുധത്തിൽ നിന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. എന്നാൽ അതിലുപരിയായിട്ട് എനിക്ക് 2020 എൻ്റെ ജീവിതത്തിൽ എനിക്ക് പെട്ടെന്ന് ഒരു അസുഖം പിടിക്കുകയായിരുന്നു. 2020 എനിക്ക് പെട്ടെന്ന് ഒരു അസുഖത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു.
2020 പ്രത്യേകത കൊറോണ ബാധിക്കുന്ന സമയമാണ്. നമുക്ക് വണ്ടിയിൽ മറ്റ് യാത്ര ചെയ്യുവാനോ മറ്റിടങ്ങളിൽ പോകുവാനോ ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും തിരുവല്ല കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലിലേക്ക് ഞാൻ അഭയം തേടുകയായിരുന്നു. അവിടെ ചെന്ന് ശാരീരികമായ വേദനയായിട്ടാണ് അവിടെ പോയത്. അവിടെ ചെന്ന സമയത്ത് അവിടെ ഡോക്ടേഴ്സ് പരിശോധിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, അവിടെ ഇരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് ഡോക്ടർ ഞങ്ങളെ വിളിച്ചു. ഡോക്ടർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് എനിക്ക് ക്യാൻസർ ആണെന്ന്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അസുഖമാണെന്നുള്ള പ്രതീക്ഷയോ ഇങ്ങനൊരു അസുഖം ഉണ്ടെന്നുള്ള ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ചെന്ന് ചികിത്സയിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ എല്ല് പൊടിയുന്ന ഒരു ക്യാൻസർ രോഗിയാണെന്നുള്ളത് ഞാൻ അറിയുന്നത്. സത്യത്തില് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെയധികമായ വേദനയുണ്ടായി. ഞാൻ ആശുപത്രിയിൽ ഇരുന്ന് തന്നെ ഇരിക്കാൻ നിൽക്കുന്ന തലയിറക്കം പോലെ വന്നു. ആകെപ്പാടെ പ്രയാസമായ ബുദ്ധിമുട്ടായി. എങ്ങനെ മുൻപോട്ട് ജീവിക്കും, എങ്ങനെ മുൻപോട്ട് പോകുമെന്നൊക്കെയും വളരെയധികമായി ഭാരപ്പെട്ടു. ആശുപത്രിയിൽ നിന്ന് ഓർത്തു. അത് കഴിഞ്ഞപ്പോഴത്തേനെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ തന്നെ ചികിത്സ ആരംഭിക്കാമെന്ന് പറഞ്ഞു. ചികിത്സ ആരംഭിക്കാമെന്ന് പറഞ്ഞപ്പോൾ വൈഫ് പറഞ്ഞു ഇവിടെ ഞങ്ങൾക്ക് അതിനുള്ള നിവൃത്തിയുള്ളവരൊന്നും അല്ല, ഞങ്ങൾ കൂലിപ്പണിയൊക്കെ ചെയ്യുന്നവരാ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ചികിത്സ ചെയ്യാനുള്ള വരുമാനമൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. അവിടെ തന്നെ ഡോക്ടർ പറഞ്ഞു സാരമില്ല, കുറച്ച് പൈസ നിങ്ങൾ കണ്ടെത്തിയാൽ മതി, കുറച്ച് പൈസ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഇളവ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞ് എങ്കിൽ പോലും അവിടെ വെച്ച് ചികിത്സയ്ക്ക് മുതിരുന്നില്ല. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നിനൊരു നിർവാഹമുള്ള ആൾക്കാരല്ലാഞ്ഞതുകൊണ്ട് വൈഫ് പറഞ്ഞു ഒന്നേ ഞങ്ങളെ കോട്ടയത്തോട്ടോ അല്ലെ തിരുവനന്തപുരത്തോട്ടോ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് 2020 നവംബർ മാസത്തിൽ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിടുകയായി. അവിടെ ചെന്ന സമയത്ത് എല്ലാ ഡോക്ടർമാരും കൂടി എന്നെ പരിശോധിച്ചിട്ട് എന്നെ ക്യാൻസർ വാർഡിലേക്ക് കൊണ്ടുപോയി. ഇവിടെ കൊണ്ട് ഇരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് എല്ലാം ഇങ്ങനെ പറഞ്ഞ് ചികിത്സ ആരംഭിച്ചു. ആദ്യത്തെ കീമോ എനിക്ക് എടുത്ത് അതിന്റെ 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ശരീരത്തിൽ ആ മരുന്ന് പെട്ടെന്ന് വ്യാപിക്കുകയും എൻ്റെ കിഡ്നി കയറി അത് പിടിക്കുകയും ആകപ്പാടെ വലിയ പ്രയാസത്തിലേക്ക് പോയ ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ അവരെ പെട്ടെന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു കിഡ്നിക്ക് ഇത് ബാധിച്ചിരിക്കുന്നു, ക്രിയാറ്റിൻ 9 ആയിരിക്കുന്നു, അതുകൊണ്ട് ഡയാലിസിസ് ആരംഭിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് ഡയാലിസിസും ഈ കൂട്ടത്തിൽ തന്നെ ആരംഭിച്ചു. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ 4-5 ദിവസമായ സാഹചര്യത്തിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ നില വളരെ ഭാരങ്ങളിലേക്ക് ആകുകയായി. എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാതെ 2 കുഞ്ഞുങ്ങളും ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ അവിടെ. എൻ്റെ ബന്ധുക്കളോ ആരും വന്നിട്ടില്ല. ഞങ്ങള് ആകപ്പാടെ പ്രയാസപ്പെട്ട് പ്രതികൂലമായിരുന്ന സാഹചര്യത്തിൽ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവിന് കൂടുതലാണ്, അതുകൊണ്ട് ഞങ്ങളിവിടെ ചെയ്യാവുന്നതെല്ലാം നിങ്ങളുടെ ഭർത്താവിന് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനിയുമുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അത് പറയാനൊക്കത്തില്ല, ഒന്നേ നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്ന്. ഇത് പറഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ ആകെപ്പാടെ പ്രയാസപ്പെട്ടു. ഞങ്ങൾ എങ്ങോട്ട് പോകും, ഞങ്ങളെ ആര് ഞങ്ങൾ നോക്കും എന്നൊക്കെ. ഞാൻ ഒരാളേ ഉള്ളൂ, എൻ്റെ അമ്മയാണ്, അമ്മയ്ക്ക് സുഖമില്ലാത്തതാണ്. എൻ്റെ മക്കൾ 2 പേരും 11-ലും 12-ലും പഠിക്കുകയാണ്. അന്നേരം എൻ്റെ വൈഫ് കൊണ്ട് ഞങ്ങൾ ആകെപ്പാടെ അവിടെ വെച്ച് ഭാരപ്പെട്ടു, പ്രയാസപ്പെട്ടു. എൻ്റെ നില വഷളായി, എൻ്റെ വളരെയധികമായി വലിയ ഭാരമായി. ജീവിതത്തില് ഞാൻ ഏകദേശം എൻ്റെ ശരീരം മൊത്തം വീർക്കാൻ തുടങ്ങി. കിഡ്നി 2 ഫെയിലായി പോയി. അവർ പറഞ്ഞ് കിഡ്നി 2 പോയി. അങ്ങനെ എന്നെ അവിടേക്ക് തള്ളി മാറ്റിരുന്ന ഒരു സാഹചര്യമുണ്ടായി. 7-8 ദിവസമായിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ വയ്യ. എൻ്റെ ശരീരമാകപ്പാടെ നീര് വെച്ചു. വളരെയധികം ഞാൻ ഭാരപ്പെട്ടു, പ്രയാസപ്പെട്ടു. എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് അറിയത്തില്ല, എനിക്ക് പറഞ്ഞറിയിക്കുന്ന അറിയത്തില്ല. അതുപോലെ ഞങ്ങള് ജീവിതത്തിൽ എൻ്റെ ആ ഹോസ്പിറ്റലിലെ ആ റൂമിൻ്റെ അകത്ത് ഞങ്ങൾ ഭാരപ്പെട്ടിരുന്നു. എന്നാ ജീവിതത്തിൽ ഹാലുലിയ ഞാൻ വളരെയധികമായി പ്രയാസപ്പെട്ടു, പ്രതികൂലങ്ങൾ വേദനയായി. എനിക്ക് എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത് അറിയാൻ പറ്റുന്ന സാഹചര്യങ്ങളുമായി മുൻപോട്ട് പോകാനൊക്കാത്ത സാഹചര്യം, ആരും കാണാനൊക്കാത്ത. അങ്ങനെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ പോകാം എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് എല്ലാവരും എന്നെ കൈവിട്ടു. എനിക്ക് ആരും ഇല്ലാതായി. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഭാര്യയും ഞങ്ങളെ ആശുപത്രിയിലെ ബെഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എങ്ങോട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് മേപ്രായം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരാനൊക്കത്തില്ല.
ഇവിടോട്ട് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ തന്നെ വീടിന്റെ മുറ്റത്തിന് മേളത്തെ വെള്ളമുണ്ട്, എങ്ങോട്ട് കൊണ്ടുവരാനൊക്കാത്ത സാഹചര്യമാണ്. ബന്ധുക്കളുടെ വീട് അന്വേഷിച്ചു, അങ്ങനെയൊക്കെ വളരെയധികം ഭാരം. എന്നാൽ എന്നെ അവിടുന്ന് കൊണ്ടുവരാൻ പറഞ്ഞ ആ സമയത്ത് എല്ലാവരും കൈവിട്ടു, ആശ്രയം ആരുമില്ല. അതുപോലെ എന്റെ വൈഫ് ഇവിടുന്ന് വന്നത്. അപ്പോൾ ഞാൻ എന്റെ ഭാര്യയുടെ ഒരു ദിവസം രാത്രി ഒരു 12 മണിയായപ്പം വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ എനിക്ക് ആ ദിവസം എടുത്ത് എനിക്ക് അതിനും തരാമെന്ന് ചോദിച്ചു. എനിക്ക് എന്റെ നാവ് കൊണ്ടോ എന്റെ ശരീരം കൊണ്ടോ ഒന്നും എനിക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഞാൻ ഭാരപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ദിവസം എടുത്ത് ഞാൻ എന്റെ നെഞ്ചിനോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, എല്ലാ വഴികളും അടഞ്ഞു പോയി, എനിക്ക് മുൻപോട്ട് പോകുവാൻ എനിക്കൊരു നന്മയില്ല. കാരണം ഞാൻ ഇന്ന് മരിച്ചു പോയാൽ എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ ഭാര്യ, എന്റെ അമ്മ, ഇതെല്ലാം ഓർക്കുമ്പോൾ ഞാൻ വളരെയധികമായി ആ ബെഡിൽ ഇരുന്നുകൊണ്ട് നിലവിളിക്കുകയുണ്ടായി. നവംബർ മാസം 2-ാം തീയതി രാത്രി 12 മണിയായപ്പോൾ വേദപുസ്തകത്തിൽ എന്റെ കരങ്ങളിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, എന്റെ വഴികളെല്ലാം അടഞ്ഞുപോയി, ഇനി എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് വിടുതൽ തരുന്നുവെങ്കിൽ ഞാൻ എന്റെ ജീവൻ എനിക്ക് തിരിച്ചു തന്ന് എന്നെ ദേശത്ത് നിർത്തുമെന്നുവെങ്കിൽ കർത്താവേ, ഞാൻ അങ്ങയുടെ സാക്ഷിയായി ജീവിച്ചോളാം എന്ന് ദൈവം മുൻപാകെ ഒരു തീരുമാനമെടുത്തു. ഞാൻ ആ തീരുമാനമെടുത്ത് 12 മണിയായി കാണും, രാത്രി 12 മണിയായി കാണും. എന്റെ വൈഫും എന്റെ കുഞ്ഞുങ്ങളും ഉറക്കമായിരുന്നു. എന്റെ വൈഫ് എന്റെ കൂടെ വേദപുസ്തകം എടുത്ത് വെച്ച്, പക്ഷെങ്കിൽ ഞാൻ അന്ന് രാത്രി സുഖപരമായി ഒന്ന് ഉറങ്ങി. ഹല്ലേലൂയ. ഞാൻ സുഖമായി ഉറങ്ങി. ഹല്ലേലൂയ. പിറ്റേ ദിവസം നേരം എടുത്ത് ഡോക്ടറിനെ ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞാണ്. ഞങ്ങൾക്ക് പോരാനൊക്കാത്ത വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ട് ഞങ്ങൾക്ക് പോരാനൊക്കത്തില്ല. അങ്ങനെ വളരെയധികം ഞങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ വീണ്ടും എന്നെ ഒന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിന് ചില മാറ്റമുണ്ട്, നിങ്ങളുടെ ശരീരത്തിനെ ഒന്നുകൂടെ നമുക്ക് നോക്കാന്നുള്ള രീതിയിൽ പറഞ്ഞ് അവരെ ഞങ്ങൾക്ക് വീണ്ടും ഹല്ലേലൂയ അവിടെ ചികിത്സിക്കുവാനുള്ള സംവിധാനം തന്നു, എല്ലാ സാഹചര്യവും ഒരുക്കി തന്നു. പക്ഷെങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ ഈ വേദപുസ്തകം എടുത്ത് എന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് എന്റെ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് ആരുമുള്ളവരല്ല, എനിക്ക് ആരുമില്ലാത്തവനാണ്, കർത്താവേ, എന്നെ സഹായിക്കുവാൻ ദൈവമല്ലാതെ ആരുമില്ല എന്ന് ദൈവം ഭാഗം പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, ഞാൻ ആ വേദപുസ്തകത്തെ ദൈവത്തോട് എന്റെ ആവശ്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ എന്റെ ദൈവം എനിക്ക് അതൊരു ആശ്വാസം തന്നു. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ യേശുവിനോട് എന്റെ കാര്യങ്ങൾ, എന്റെ വേദന ഞാൻ എന്റെ യേശുവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ കാര്യങ്ങൾക്കൊക്കെ നടക്കുവാനുള്ള ചില ക്രമീകരണങ്ങൾ ദൈവം ഒരുക്കി തന്നു. എന്നെ ഹല്ലേലൂയ വിളിക്കാത്ത ഒരാൾക്കാർ വിളിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എനിക്ക് വേണ്ടിയിരിക്കുന്ന ചില സഹായങ്ങൾ മറ്റുള്ളവർ ചെയ്തു തരാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഈ വേദപുസ്തകം എടുത്ത് യേശുവിലേക്ക് എന്നെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, ഞാൻ കാണാത്തതായിരിക്കുന്ന ചില നന്മയുടെ വഴികളെ എനിക്ക് കാണുവാനായി സാധിച്ചു. ഹല്ലേലൂയ. എന്നെ അവിടുന്ന് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ എനിക്ക് ദൈവം ഒരു വഴി ഒരുക്കി തന്നെ എന്നെ എല്ലാവരും കൂടെ, എന്റെ നാട്ടുകാരെല്ലാം കൂടെ കൂടി ഇവിടുന്ന് ആൾക്കാരെല്ലാം വന്ന് എന്നെ പുഷ്പേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഹല്ലേലൂയ. പുഷ്പേരി ഹോസ്പിറ്റലിൽ വന്നപ്പോഴും ഹല്ലേലൂയ ഞാൻ വളരെയധികമായി ഭാരപ്പെട്ട നിമിഷത്തിലായിരുന്നു. ഹല്ലേലൂയ. എന്നെ കണ്ടവർ കണ്ട്, എന്നെ ഹോസ്പിറ്റലിൽ വന്ന ആ വാചകത്തിനൊക്കെ എന്നെ കണ്ടവർ കണ്ട് അവർ എന്തോ പറ്റുന്നതാണ് ചോദിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ ബലൂൺ കുറുക്കുന്ന പോലെ ഞാൻ നിർത്തുപോയി. ഹല്ലേലൂയ. എങ്ങനെ മുൻപോട്ട് പോകുക, ആരെന്നെ സഹായിക്കും, ആരെന്നെ കാര്യങ്ങൾ നടത്തുമെന്നൊക്കെ ഞാൻ ആകുലപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്റെ എമർജൻസി ആയി ഹല്ലേലൂയ എന്റെ വായിൽ മുക്കിൽ ട്യൂബിട്ട് വീണ്ടും എന്നെ ഐസിയിലേക്ക് അവർ പ്രവേശിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ അവിടെയും കിടന്നുകൊണ്ട് ഹല്ലേലൂയ എന്ന വേദന അനുഭവിച്ചു. അവിടെയും കിടന്ന് നിലവിളിക്കാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്നാൽ എനിക്ക് പറയാൻ സാധിക്കും, എന്റെ ദൈവം ഹല്ലേലൂയ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു. ഹല്ലേലൂയ. അവിടെ കിടന്ന് അങ്ങനെ ഹല്ലേലൂയ ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. 32 ഡയാലിസിസ് ചെയ്തു, 22 കീമോതെറാപ്പി ചെയ്തു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ആ ആശുപത്രി കിടന്ന് ഹല്ലേലൂയ എനിക്ക് വേണ്ടിയ കാര്യങ്ങളെല്ലാം എന്റെ ദൈവം നടത്തി തന്നു. ഹല്ലേലൂയ. അങ്ങനെ 2021 അവസാനം ഹല്ലേലൂയ ഞാൻ ഐസിയുവിന്റെ അകത്ത് ഒരു തീരുമാനമെടുത്തു. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ 2021 ആദിയിൽ ഹല്ലേലൂയ എനിക്ക് സൗഖ്യം തരുന്ന ഐസിയുവിന്റെ അകത്ത് വെച്ച് ഞാൻ തീരുമാനമെടുത്തതാ. ഐസിയിൽ ഞാൻ കിടക്കുന്ന സമയത്ത് ഞാൻ ഒരു മനുഷ്യരിൽ ഞാൻ തന്നെ തീരുമാനമെടുത്തു, കർത്താവേ, എനിക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് എനിക്ക് പുറത്തു പോകാൻ സാധിച്ചാൽ എനിക്ക് ഹല്ലേലൂയ സ്നാനപ്പെടാൻ എന്റെ മനസ്സിൽ എനിക്ക് താല്പര്യമുണ്ട്. എന്നാൽ ഞാൻ ഇതിനു മുൻപേ എന്റെ പല ദൈവദാസന്മാർ പറഞ്ഞതാ, ഒരു ഹല്ലേലൂയ എത്ര ദൈവദാസന്മാർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞതാ, കുഞ്ഞെ, നിങ്ങളുടെ സത്യവചനം അറിയണം, നിങ്ങളുടെ ദൈവത്തിൽ നിങ്ങൾ വരണം, നിങ്ങൾ ദൈവമായ നിങ്ങളുടെ കുടുംബമായ ദൈവത്തിൽ. അങ്ങനെ ഒരുപാട് ദൈവദാസന്മാർ ഞങ്ങളെ സമീപിച്ചതാണ്. അതെല്ലാം ഞങ്ങൾ ഹല്ലേലൂയ അതൊന്നും ഞങ്ങൾ അംഗീകരിക്കാതെ മാറിക്കഴിഞ്ഞെന്നാൽ 2021 ഹല്ലേലൂയ 2021 ആദ്യം ഹല്ലേലൂയ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നവംബർ മാസം പറഞ്ഞു, ഞാൻ ഡിസംബർ മാസം ഹല്ലേലൂയ 20-ാം തീയതി ഞാൻ എന്നത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ദൈവം ഹല്ലേലൂയ എന്നെ ഇവിടുന്ന് ഹല്ലേലൂയ ഇറക്കി എന്നെ തരികയാണെങ്കിൽ എനിക്ക് 2022 പ്രവേശിക്കുമ്പോൾ എനിക്ക് സ്നാനപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ എന്റെ തോളത്ത് സൂചി ഇട്ടിരിക്കുകയാണ്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ എടുത്ത തീരുമാനം ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹാലുലിയ എനിക്കറിയാൻ വയ്യ. 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ നോക്കുന്ന സതീഷ് ഡോക്ടർ എന്ന് പറയുന്ന പുഷ്പയിലെ ഡോക്ടർ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഷിബുവിനെ ഞങ്ങൾ വാർഡിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഹാലുലിയ ഞാൻ ഓർത്ത് എന്നെ ഇത്ര എടിപിടി ഈ വയസ്സിൽ നിന്ന് എന്റെ വാർഡിലേക്ക് പെട്ടെന്ന് അവർ മാറ്റിക്കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, കുറച്ച് ദിവസം ഷിബുവിനെ ഞങ്ങൾ ഹാലുലിയ ഈ ഡയാലിസിസിൽ നിന്നും മാറ്റി നിർത്താൻ പോവുകയാണെന്ന് പറഞ്ഞു. ഹാലുലിയ അങ്ങനത്തെ ആ സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഹാലുലിയ എന്നെ ആ ഒരു സൂചി ഊരി എന്നെ വിട്ട് എന്റെ വീട്ടിലേക്ക് വിട്ടു. ഹാലുലിയ ഞാനിവിടെ നിന്ന് ഞാനൊരു പാസ്റ്ററെ വിളിക്കുകയും ഞാനൊരു ചർച്ചുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഞാൻ അറിയുള്ളൊരു പാസ്റ്റർ വിളിച്ചു പറഞ്ഞു, പക്ഷേ എനിക്ക് സ്നാനപ്പെടണം. ഹാലുലിയ ഞാൻ ഹാലുലിയ ബലൂൺ പോലെ വീർത്തിരുന്ന ഞാൻ ഹാലുലിയ 43 കിലോയിലേക്ക് വന്നു. ഹാലുലിയ എനിക്ക് നടക്കാൻ വയ്യാത്ത സാഹചര്യമായി, എങ്ങോട്ട് പോകുന്ന എനിക്കറിയാൻ വയ്യാത്ത വലിയമായി വേദനിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു, ഹാലുലിയ എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ സ്നാനപ്പെടും. ഹാലുലിയ ദൈവം തീരുമാനമെടുത്തു. അങ്ങനെ 2021 ഹാലുലിയ അവസാന 31-ാം തീയതി ഞാനും എന്റെ വൈഫും ഹാലുലിയ ആലപ്പുഴ പുളുങ്ങുന്നാറ്റിൽ സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ട് ഞാൻ ഹാലുലിയ കരയ്ക്ക് കയറി കഴിഞ്ഞപ്പോൾ ഹാലുലിയ ഞാൻ ഹാലുലിയ പഴയ ഒരു മനുഷ്യല്ലെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹാലുലിയ അവിടെ ഹാലുലിയ എനിക്ക് ദൈവത്തിന്റെ സ്നേഹം കാണുവാനായി സാധിച്ചു. ഹാലുലിയ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പോലും നിവൃത്തിയില്ലാത്ത ഞാൻ ഹാലുലിയ ആ വെള്ളത്തിൽ ഇറങ്ങി ഞാൻ എങ്ങനെ ഇറങ്ങുമെന്ന് ഞാൻ ഭാരപ്പെട്ടു. അതുപോലെ എനിക്ക് പച്ചവെള്ളം കാണും വിറയിലായിരുന്നു. ഹാലുലിയ എന്നാൽ ഞാൻ ആ വെള്ളത്തിൽ തന്നെ ഹാലുലിയ ആ സ്നാനം കഴിച്ച് ഹാലുലിയ എന്നെ ഞാൻ കരയ്ക്ക് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഹാലുലിയ എന്റെ ശരീരത്തിൽ നിന്ന് ഏതോ നരിഞ്ഞു പോകുന്നവർ എനിക്ക് തോന്നി. ഹാലുലിയ ഞാൻ ഹാലുലിയ കരയ്ക്ക് കയറി കഴിഞ്ഞപ്പോൾ ഹാലുലിയ ഞാനൊരു വേറൊരു സ്ഥലത്ത് ഇരുന്ന പോലെ വേറൊരു ദേശത്ത് എന്ന പോലെ എനിക്കൊരു തോന്നല്. ഹാലുലിയ എല്ലാം കൊണ്ട് എനിക്ക് പ്രത്യാശ നിറഞ്ഞൊരു സാഹചര്യം. ഹാലുലിയ ഞാൻ കാണാത്ത ചില അനുഗ്രഹങ്ങൾ കാണുവാനായി തുടങ്ങി. എന്റെ ശരീരത്തോട് ഏതൊക്കെ ഇഴഞ്ഞു കയറുന്നത് പോലെ എനിക്ക് തോന്നി. ഹാലുലിയ എനിക്ക് ബലം കിട്ടി. ഹാലുലിയ അങ്ങനെ 2022 ഹാലുലിയ 2022 2-ാമത്തെ മാസം ഹാലുലിയ എന്റെ മജ്ജ കുത്തിയെടുത്ത് അവർ വീണ്ടും ഹാലുലിയ അവർ പരിശോധനയ്ക്ക് അയച്ചു. 3-ാമത്തെ മാസം എന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാനും എന്റെ വൈഫും കൂടി ഹാലുലിയ ഹോസ്പിറ്റലിന്റെ വാതിക്കൽ ഞാൻ സ്നാനപ്പെട്ട് എനിക്കൊരു തീരുമാനമെടുത്തു. എനിക്കൊരു വിശ്വാസം വന്നു, എന്റെ ദൈവം എനിക്ക് ക്യാൻസർ എന്ന് പറയുന്ന എന്റെ എല്ലിന് എന്റെ മജ്ജയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഹാലുലിയ ആശുപത്രിയിലെ ആ ഡോക്ടറെ വാതിക്കൽ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ഹാലുലിയ ഞാനും എന്റെ ഭാര്യയും കൂടെ കരഞ്ഞിട്ട് പറഞ്ഞു, എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, എന്റെ ദൈവം എനിക്ക് ദോഷമായി ചെയ്യത്തില്ല. ഹാലുലിയ എന്റെ ദൈവം എനിക്ക് സൗഖ്യം തരുമെന്ന് പറഞ്ഞ് ഹാലുലിയ ഞാനും എന്റെ വൈഫും കൂടി ഹാലുലിയ ആ ഡോക്ടർമാരുടെ റൂമിലേക്ക് കയറിയപ്പോൾ 3-4 ഡോക്ടേഴ്സ് ഇരിക്കുകയാണ്. ഹാലുലിയ ഡോക്ടർമാരെല്ലാം എന്നെ തോളത്തടിച്ചിട്ട് എന്നെ അവിടെ ഇരുത്തി. ഹാലുലിയ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി പറയാൻ സാധിക്കുന്നു. ഹാലുലിയ ദേശത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാരെന്നെ സ്നേഹിക്കാൻ തുടങ്ങി. ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സിസ്റ്റർമാരെന്നെ സ്നേഹിക്കാൻ തുടങ്ങി. ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഹാലുലിയ ഹോട്ടലിൽ ഹാലുലിയ ഹോട്ടലിൽ ഹോട്ടലിൽ ഹാലുലിയ അവിടുത്തെ ഓണർമാർ ഹാലുലിയ എന്നെ സഹായിക്കാൻ തുടങ്ങി. വണ്ടിക്കാരെന്നെ കൊണ്ടുവിടാൻ തുടങ്ങി. ഞാൻ ദൈവത്തിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാവിധമായ വഴികളും വാതിലും ഒരുക്കി തന്നു. എന്നാൽ 2000 കാലം ഞാൻ ഈ ഡോക്ടർ റൂമിലേക്ക് കയറിയപ്പോൾ ഞാൻ എന്റെ കണ്ണുകൾ ഉയർത്തി കർത്താവേ ക്യാൻസർ എന്ന അസുഖം എന്റെ ശരീരത്തിൽ കാണില്ലെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ എന്റെ ഭാര്യ കൊണ്ടിരുന്നപ്പോൾ എന്റെ റിസൾട്ട് അവിടെ സ്ക്രീനിൽ വന്നു. ഹാലുലിയ ഡോക്ടർ നോക്കിയിട്ട് എന്റെ റിസൾട്ട് കണ്ടിട്ട് ഡോക്ടർ തന്നെ അതിശയം പറഞ്ഞു. ഡോക്ടർ എന്റെ സതീഷ് ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടറാണ്. ആ ഡോക്ടറിന്റെ തോളത്തൊന്ന് അടിച്ചിട്ട് പറഞ്ഞു, നിന്റെ ജീസസ് ആരാ? ഹാലുലിയ ഞാൻ കണ്ട യേശുവിനെ. ഹാലുലിയ എന്റെ ദൈവത്തിന്റെ സ്നേഹത്തെ ഞാൻ രുചിച്ചറിഞ്ഞു. ഹാലുലിയ ദൈവം ഹാലുലിയ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ നിന്റെ മജ്ജയ്ക്ക് ഒരു പ്രശ്നവുമില്ല, നിന്റെ മജ്ജ പോയ മജ്ജ നിനക്ക് തിരിച്ചു തന്നിരിക്കുന്നു. ഹാലുലിയ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല, എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല. ഹാലുലിയ അങ്ങനെ ഞാൻ മരണത്തിന്റെ 3 പ്രാവശ്യം വക്കിലെത്തി. ഹാലുലിയ അവിടുന്നല്ല എന്റെ ദൈവം എന്നെ അതിശയകരമായി എന്നെ വഴി നടത്തി. ഹാലുലിയ ഇന്ന് ഹാലുലിയ കർത്താവ് ഞാൻ പറയട്ടെ, ഞാൻ സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ വന്ന് ഞാൻ ദൈവത്തോട് എന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഞാനും എന്റെ കുടുംബം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹാലുലിയ അനുഭവിക്കാത്ത ചില സന്തോഷങ്ങൾ, അനുഭവിക്കാത്ത ചില നന്മകൾ ഹാലുലിയ ഞങ്ങൾക്കറിയാമല്ല. കർത്താവ് ഞങ്ങൾ ഇത്രത്തോടെ എന്നെ മാനിക്കുകയാണ്. ഹാലുലിയ എന്നെ നോക്കുന്ന ഡോക്ടർ പോലും ഹാലുലിയ ഞാൻ തിരുവല്ലയിലെ ഹാലുലിയ പുഷ്പരി മെഡിക്കൽ കോളേജിലെ തങ്കമ്മ മേഡം എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ് എന്നെ നോക്കിയത്. ഹാലുലിയ ആ ഡോക്ടറെ ഞാൻ ഇന്നുപോലെ ഓർക്കുന്നു. ഹാലുലിയ ദൈവമായിട്ടാണ് ആ ഡോക്ടർക്ക് എന്നെ അയച്ചത്. ഹാലുലിയ ഇത്ര നല്ല സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഹാലുലിയ ഞാൻ എന്നെ കാണുകയും എനിക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന തങ്കമ്മ മേഡം എന്നുള്ള ഡോക്ടറാണ്. ഹാലുലിയ അങ്ങനെ പുഷ്പരിലെ എല്ലാ സ്റ്റാഫുകളും ദൈവകൃപയാൽ എന്നോട് ഹാലുലിയ നല്ല സ്നേഹത്തോടെ ഐക്യത്തോടെ എനിക്ക് വേണ്ടിയ കാര്യങ്ങൾ എല്ലാവരും ചെയ്തു തരാൻ ഇടയാക്കി. ഇതിനെല്ലാം കാരണം എന്താണെന്ന് അറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ രക്ഷകനായി സ്വീകരിച്ച് ദൈവത്തിൽ സ്നാനപ്പെട്ട് ഞാൻ ദൈവത്തോട് സഭയോട് ചേർന്നപ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയ വിടുതൽ കിട്ടിയെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹാലുലിയ എന്റെ കുടുംബത്ത് ഹാലുലിയ ഇന്ന് ഹാലുലിയ അങ്ങനെ ഹാലുലിയ വർഷങ്ങൾ മാസങ്ങളും കഴിഞ്ഞു പോയി. ഹാലുലിയ അങ്ങനെ ഹാലുലിയ 2022 കഴിഞ്ഞ് 23, 24, 25
ഈ ഹാലുലിയ ഈ 25-ാമത്തെ ഈ സമയം വരെയും ദൈവത്തിന്റെ മുൻപാകെ എനിക്ക് നിൽക്കുവാനായി സാധിച്ചു. ഹാലുലിയ എന്റെ ദൈവം എനിക്ക് ആയുസ് നീട്ടി തന്നു. ഹാലുലിയ എവിടെയെന്ന് ഞാനിപ്പോൾ പലയിടത്തും സാക്ഷി പറയാൻ പോകുന്നു, പല കൂട്ടായ്മകൾക്ക് ഞാൻ പോകുന്നു. എന്നെ കഴിവത് എനിക്ക് വലിയ അറിവുള്ളവനൊന്നും അല്ല, എങ്കിലും എനിക്ക് അറിയുന്നത് പോലൊക്കെ ഞാൻ ദൈവത്തിന്റെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഹാലുലിയ ദേശം മുഴുവൻ കേൾക്കെ ഞാൻ വിളിച്ചു പറയും, ഹാലുലിയ എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, എന്റെ ദൈവം കരുതുന്ന ദൈവമാണ്. ഹാലുലിയ എന്റെ ദൈവത്തിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഹാലുലിയ എന്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ നിവൃത്തിയില്ലായിരുന്നു, എന്റെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ പഠിക്കുവാൻ ഇടയായി തീർന്നു, എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വഴികൾ ദൈവം ഒരുക്കി കൊടുത്തു. ഇന്ന് ഹാലുലിയ വളരെ സന്തോഷമായി ഹാലുലിയ ഞാൻ ജീവിക്കുന്നു. ഹാലുലിയ അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹാലുലിയ ഞങ്ങളെ 4 പേരെയാണ് ഹാലുലിയ ഒരു റൂമിന്റെ അറ്റത്തേക്ക് മാറ്റിയിട്ടത്. ഹാലുലിയ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഹാലുലിയ അവിടെ കിടക്കുന്നവർക്കെല്ലാം ഡേറ്റ് പറഞ്ഞിട്ടേക്കുക. അങ്ങനെ അവരുടെയും കൂട്ടത്തിൽ എന്നെ കൊണ്ടിട്ടതാണ്. ഹാലുലിയ എന്റെയും ഹാലുലിയ കർത്താവ് എനിക്ക് രക്ഷയില്ല, എന്നെ കിട്ടത്തില്ല എന്ന് ഹാലുലിയ അവർ വിധി എഴുതി. ഹാലുലിയ എന്റെ നാടും പേരും വീട്ടുകാരും എന്റെ ഡെഡ് ബോഡി കൊണ്ടിരുന്ന് നോക്കിക്കൊണ്ടിരുന്നു. ഹാലുലിയ ആ സ്ഥാനത്ത് നിന്ന് എന്റെ ദൈവം എന്നെ ഇത്രത്തോളം മാനിച്ചു. ഹാലുലിയ എന്റെ ദൈവത്തെ എത്രമാത്രം സ്തുതിച്ചാലും മതി വരികയില്ല. ഹാലുലിയ ഇന്ന് ഞങ്ങൾ ഹാലുലിയ കർത്താവേ ഹാലുലിയ എന്റെ കൂടെ എനിക്ക് ഹാലുലിയ എന്നിൽ കൂടെ പിന്നിലുണ്ടായിരുന്ന ക്യാൻസറുകളെല്ലാം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. ഹാലുലിയ എന്നാൽ ആഴമേറിയ ദൈവത്തിന്റെ സ്നേഹത്താൽ ഹാലുലിയ ദൈവം എന്റെ ആയുസിനെ നീട്ടി തന്നു. ഹാലുലിയ ഈ ദേശത്തിന്റെ നടുവിൽ ഈ ലോകത്തിന്റെ നടുവിൽ എനിക്ക് ഹാലുലിയ ജീവിച്ചിരിക്കുവാൻ 4 വർഷം കൂടി എന്റെ ദൈവം ദാനമായി തന്ന ദൈവത്തെ എത്രമാത്രം സ്തുതിച്ചാലും മതി വരികയില്ല. ഹാലുലിയ ദേശത്തിന് എത്രമാത്രം പറഞ്ഞാലും മതി വരികയില്ല. ഹാലുലിയ അതുപോലെ ഞാൻ അനുഭവിച്ച വേദന അറിയത്തില്ല. ഹാലുലിയ ഞാൻ ഒരുപാട് വേദന അനുഭവിച്ചു. ഹാലുലിയ എനിക്ക് തോന്നുന്നു ഞാൻ ഹാലുലിയ കൂടുതലും 1 മാസം 1.5 മാസത്തോളം ഐസിയുവിന്റെ അകത്ത് തന്നെയാണ് കിടന്നിരുന്നത്. ഹാലുലിയ എന്നെ കാണുന്നവരെല്ലാവരും പറഞ്ഞു, ഇവൻ ജീവിച്ചിരിക്കത്തില്ല എന്ന് പറഞ്ഞതാണ്. എന്നാൽ ആ സ്ഥാനത്ത് എന്റെ ദൈവം എന്നെ ഹാലുലിയ എന്നെ ഇത്രത്തോടെ എന്നെ സഹായിച്ച് എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹാലുലിയ മറ്റൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്. ഹാലുലിയ ദൈവത്തെ ഞാൻ അറിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ചപ്പോൾ, ഞാൻ ഇവന്റെ കുഞ്ഞുങ്ങൾ സത്യവചനത്തെ ഞങ്ങൾ വിശ്വസിച്ചപ്പോൾ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ ഹാലുലിയ ഇന്ന് കൃപയിൽ സന്തോഷിക്കുകയാണ്. പ്രിയമുള്ള ദൈവങ്ങളെ, ഇന്ന് ഞാൻ ഹാലുലിയ ഒരു മരുന്ന് പോലും ഞാൻ കഴിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? എനിക്കൊരു വിശ്വാസമുണ്ട്. ഹാലുലിയ എന്റെ ശരീരത്തിൽ ക്യാൻസർ എന്ന് പറയുന്ന അസുഖമില്ല. ഹാലുലിയ എനിക്കൊരു വിശ്വാസമുണ്ട്. എന്റെ ദൈവം എന്നെ ക്യാൻസറിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുക. അല്ലെങ്കിൽ എല്ല് പൊടിയുന്ന ക്യാൻസർ. ഹാലുലിയ എന്റെ റിസൾട്ട് കണ്ടിട്ട് ഓരോ ഡോക്ടർമാരും എന്നെ ഹാലുലിയ അവർ പറഞ്ഞത്, ഇദ്ദേഹത്തിന് ഹാലുലിയ യാതൊരു കാരണവശാലും ജീവിച്ചിരിക്കത്തില്ല. അതുപോലെ എന്റെ എല്ലിന് ഹാലുലിയ 80% ഡാമേജ് ആയതാണ്. ഹാലുലിയ എന്നാൽ 2021 ഹാലുലിയ അത് വീണ്ടും അവർ പരിശോധിച്ച് അവർ പുറത്തിറങ്ങി അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ പ്രശ്നമായിരുന്ന എല്ലിന്റെ ദൈവം ജീവൻ വെപ്പിച്ചു. ഹാലുലിയ എന്റെ എല്ലിനെ സൗഖ്യമാക്കി. ഹാലുലിയ മജ്ജ നിറച്ച എന്റെ ദേശത്തിന് മുന്നിൽ എന്റെ ദൈവം എന്നെ നിലനിർത്തി. ഹാലുലിയ എല്ലാവരും ഹാലുലിയ എന്റെ ദേശം മുഴുവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹാലുലിയ ഹാലുലിയ എനിക്ക് പറയാനുള്ളത് എന്റെ ദേശവാസികളോടാണ്. ഹാലുലിയ എന്റെ നാട്ടുകാരെല്ലാം കൂടി ഹാലുലിയ അവരുടെ ഒരു സഹോദരൻ എന്നെ എല്ലാവരും കൂടി എന്നെ അവരെല്ലാവരും കൂടി സഹായിച്ചു. ഹാലുലിയ ഇവിടെ ഹാലുലിയ ഒരു ഭർത്താവായ ഒരു ചർച്ച ഉണ്ട്. ഹാലുലിയ പറയാതിരിക്കാൻ ഒക്കത്തില്ല. ആ ചർച്ച 300 വീട്ടുകാരോളം കൂടുന്നവരുണ്ട്. ഹാലുലിയ ആ ചർച്ചിലെ അവരെ ഹാലുലിയ അവിടുത്തെ ചെറുപ്പക്കാർ പറഞ്ഞത്, ഹാലുലിയ പൈസ ഇല്ലാതെ ഷിമ മരിച്ചു പോകല്ലോ. ഹാലുലിയ അവരെല്ലാവരും കൂടുകയും ഹാലുലിയ ആ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരും. ബാക്കിയുള്ള ദൈവമക്കളെല്ലാം കൂടി കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന് ദൈവം എന്നെ ഇത്രത്തോളം നിലനിർത്തിയിരിക്കുന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹാലുലിയ എന്റെ ദൈവമേ ഹാലുലിയ എനിക്ക് 3.5 ലക്ഷം രൂപയുടെ ചെലവുണ്ട്. 1 രൂപയ്ക്ക് മാർഗമില്ലാത്ത ഞാൻ ഹാലുലിയ 1 രൂപയ്ക്ക് മാർഗമില്ലാത്ത ഞാൻ എങ്ങനെ ഈ ഹാലുലിയ 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപ എന്ന് ചോദിച്ചാൽ എന്റെ യേശു എന്നെ നടത്തിയതാ. ഹാലുലിയ എന്റെ ദൈവം എനിക്ക് തന്നതാ. ഹാലുലിയ ക്യാൻസർ ഒരു വിഷയമല്ല. ഹാലുലിയ ക്യാൻസർ എന്ന് പറയുന്ന രോഗം ഹാലുലിയ ദൈവത്താൽ വിശ്വസിക്കും. ഞാൻ ഇന്ന് ഹാലുലിയ എവിടേക്ക് ഒരു ക്യാൻസർ രോഗി ഉണ്ടെന്ന് ഞാൻ ഓടിപ്പോകും. ഹാലുലിയ ക്യാൻസർ ഹാലുലിയ യേശുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ക്യാൻസർ എന്ന മാറാരോഗം മാറിപ്പോകും. ഹാലുലിയ അതിന് യാതൊരു സംശയവുമില്ല. ഹാലുലിയ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ഹാലുലിയ യേശുവിനെ മുറുകെ പിടിച്ചാൽ, യേശുവിന്റെ വഴികളിൽ നിന്നാൽ, ഹാലുലിയ യേശുവിന്റെ ഹാലുലിയ ആ വഴിയിൽ നമ്മൾ ഏറ്റെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുമെന്നുള്ള ഏറ്റവും വലിയൊരു ഉത്തമ സാക്ഷിയാണ് ഞാൻ. ഹാലുലിയ എന്റെ ജീവിതത്തിൽ ഹാലുലിയ ഇങ്ങനെ നിങ്ങളുടെ മുൻപാകെ നിൽക്കുമെന്നോ ഇങ്ങനെ എനിക്ക് ദൈവമുഖാരെ പറയുവാനൊക്കെ ഒന്നും ഞാൻ അറിവും ചിന്തിച്ചത് പോലുമല്ല. ആ സ്ഥാനത്തിന്റെ ദൈവം എന്നെ അറിയിക്കാത്ത വഴിയിൽ ഞാൻ
വഴിയല്ലാത്ത വഴികളൊക്കെ എന്റെ ദൈവം എന്നെ എത്തിച്ചു. ഹാലലുയ. നിങ്ങളുടെ മുൻപിൽ എന്നെ നിർത്തിയിരിക്കുന്നതിനായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഹാലലുയ. ഒരു ദിവസം പോലും ഞാൻ ഹാലലുയ എന്റെ കണ്ണ് നനയാത്ത ദിവസമില്ല. എന്താണെന്നറിയാമോ? ഹാലലുയ. ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾ, ഹാലലുയ. ഭവനത്തിൽ കിടക്കുന്ന രോഗികൾ, ഹാലലുയ. തിരിഞ്ഞു മറിഞ്ഞു കിടക്കാൻ വയ്യാതെ എത്രയോ രോഗികൾ, ഹാലലുയ, കിടന്ന് ഭാരപ്പെടുമ്പോൾ, ഹാലലുയ. എന്നാൽ ദൈവം തമ്പുരാൻ, ഹാലലുയ, ദൈവത്തോട് മുറുകെ പിടിച്ച് ദൈവത്തോട് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഏത് രോഗിക്കും ദൈവം സൗഖ്യം കൊടുക്കും ദൈവം എന്ന് പറയുവാൻ ഞാൻ ഈ വിഷയം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹാലലുയ. എന്റെ ജീവിതത്തിൽ, ഹാലലുയ, ഞാൻ അനുഭവിച്ച വേദന പറഞ്ഞറിയിക്കാൻ ഒക്കുകയില്ല. ഹാലലുയ. എന്റെ കയ്യിൽ രണ്ടും കാണുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുക, എന്റെ കുഞ്ഞെ നിന്റെ കയ്യിലെന്തോ ഇത് അരിപ്പ പോലെ കുത്തിയ, അല്ലെങ്കിൽ എത്രയെന്നും വേണ്ടി ഇഞ്ചക്ഷൻ എടുത്തു, ഹാലലുയ, എന്തും വേണ്ടി മരുന്നുകൾ കയറ്റി. ഹാലലുയ. എന്റെ ദൈവം എന്നെ, ഹാലലുയ, തെരഞ്ഞെടുത്ത് എന്നെ നിലനിർത്തിയിരിക്കുന്നു. ഹാലലുയ. ഇന്ന് എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് സമാധാനമുണ്ട്. ഹാലലുയ. ഇന്ന് എനിക്ക് എവിടെ ഒരു മിനിറ്റ് തന്നാലും ഞാൻ പോയി ഇന്ന് വിളിച്ചു പറയും, ഹാലലുയ, അവിടുത്തെ കണ്ണുതിന് തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഹാലലുയ. ഭാരങ്ങൾ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഹാലലുയ. ഈ ദൈവത്തിന്റെ സന്നിധിയിൽ, ഹാലലുയ, ഒരു തുള്ളി കണ്ണുതിന് ഒഴിച്ചാൽ അതിന് മറുപടി തരുന്ന ദൈവം എന്ന് പറയുവാൻ ഞാൻ ഈ സമയം ആഗ്രഹിക്കുക. ഹാലലുയ. അതുകൊണ്ട് ക്യാൻസർ എന്ന് പറയുന്ന എല്ലാ ക്യാൻസറുകളെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കും. ഹാലലുയ. ക്യാൻസർ വാർഡിൽ ചെല്ലുമ്പോൾ നമുക്ക് തന്നെ, ഹാലലുയ, ഒരു ഭാരമാണ്. ഓ ഹാലലുയ. നിവൃത്തിയുണ്ടെങ്കിൽ, ഹാലലുയ, അതിലേക്ക് ആരും പോകേണ്ടത് ഞാൻ പ്രാർത്ഥിക്കും. ഹാലലുയ. ഹാലലുയ. കർത്താവേ, നമ്മൾ ഓരോ സ്ഥലത്ത് നിന്ന് രോഗികളെ കാണുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നത്. ഹാലലുയ. ദൈവമേ, അതിലൊന്നും നമ്മുടെ ആക്കല്ലേ എന്ന്, ഹാലലുയ, ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ വഴി നടത്തും. ഹാലലുയ. ഞാൻ പറയാണ്, ഹാലലുയ, ഞാൻ പറയാണ് മാമി, ഹാലലുയ, ഞാൻ പറയട്ടെ, എനിക്ക് ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറയട്ടെ, ഹാലലുയ, എനിക്ക് ഹാലലുയ ഒന്നിനും ഒരു വിഷമവുമില്ല. ഹാലലുയ. എനിക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഹാലലുയ. ഞാൻ ഹീമോതെറാപ്പി എടുത്തിട്ട്, ഹാലലുയ, ഹോസ്പിറ്റലിൽ വരാതിരിക്കുമ്പോൾ, ഹാലലുയ, അവിടെ നിൽക്കുന്ന, ഹാലലുയ, ആ ക്യാൻറ്റീനിൽ ഇരിക്കുന്ന ചേട്ടൻ്റെ, ഹാലലുയ, എന്റെ ഭാര്യയും വിളിച്ചിട്ട് പറഞ്ഞു, എന്ത് പറ്റിയതാന്ന് ചോദിച്ചു, ഇന്നതാണെന്ന് പറഞ്ഞു, നിങ്ങൾ ഇനി ഹോട്ടലിൽ, ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന 4 ദിവസം വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം. ഓ ഹാലലുയ. ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഹാലലുയ. ഓ എനിക്ക്, ഹാലലുയ, എനിക്ക് ആശുപത്രി നടന്ന് മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ലെങ്കിൽ എനിക്ക് ഒരു നല്ല ഒരാൾ ഹെൽപ്പിന് വരിക. ഹാലലുയ. മറ്റ് എല്ലാ കാര്യങ്ങളും ദൈവം അവിടെ ക്രമീകരണം ചെയ്തു തരിക. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ഹാലലുയ, എനിക്കെല്ലാം അനുകൂലമായി എന്റെ ദൈവം തന്നു. എനിക്ക് പറയാനുള്ളൂ, ഹാലലുയ, അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ പോലും, ഹാലലുയ, എനിക്ക് ഭക്ഷണം പോലും വാങ്ങിച്ചു തരുന്ന സാഹചര്യം ഉണ്ടായി. ഹാലലുയ. ആർക്കും കിട്ടാത്തൊരു, ഹാലലുയ, ആർക്കും കിട്ടാത്തൊരു, ഹാലലുയ, മാന്യത എനിക്ക് അവിടെ ലഭിച്ചു. കാരണം എന്താണെന്നറിയാമോ? അത് ഞാൻ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, നീ എങ്ങും പോയി പരാജയപ്പെടല്ലേ, നീ എങ്ങും പോയി വേദനിക്കപ്പെടരുത്. ഹാലലുയ. ഞാൻ നിന്നെ കൈവിടുകില്ല എന്ന് പറഞ്ഞ്, ഹാലലുയ, എന്റെ മാറോട് ചേർത്ത് പിടിച്ചരുമതാതന്നെ. ഹാലലുയ. ഈ ചാലിലൂടെ ഞാൻ വിളിച്ചു പറയുന്നു, ഹാലലുയ, ഏത് രോഗങ്ങൾക്കും വലിയവനായ ദൈവം, ഹാലലുയ, ഏത് പ്രതികൂലങ്ങൾക്കും വലിയവനായ ദൈവം, ഹാലലുയ, ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരനായ ദൈവം, ഹാലലുയ. ആ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ഹൃദയത്തിലും മുറുകെ പിടിക്കുമ്പോൾ, ഹാലലുയ, എന്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ലഭിക്കുന്നത്, ഹാലലുയ, പറഞ്ഞാൽ തിരിക്കാത്ത നന്മകൾ. ഹാലലുയ. ദേശത്തോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹാലലുയ. എന്റെ ദൈവത്തോട്, ഹാലലുയ, ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ഇതുപോലെ കരുതുന്ന ഒരു ദൈവം, ഹാലലുയ, നിന്റെ വേദനകൾ, ഹാലു, നിന്റെ ഭാരങ്ങൾ, നിന്റെ പ്രയാസങ്ങൾ, നിന്റെ സങ്കടങ്ങൾ, ഹാലലുയ, ദൈവസന്നിധിയിൽ എത്തിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അത് ഏറ്റെടുത്ത്, ഹാലലുയ, വിടുതൽ തരുന്ന ഒരു ദൈവമെന്ന് ഈ ലോകത്തിന്റെ സകലയിടങ്ങളിൽ ഞാൻ ഇന്ന് വിളിച്ചു പറയും. ഹാലലുയ. അവിടുന്ന് മറ്റതള്ള മാറിപ്പോയാലും, ഹാലലുയ, സ്വന്തജനങ്ങൾ തള്ളിക്കളഞ്ഞാലും ദൈവമാരോട് ചേർത്ത് പിടിക്കുന്ന അരുമനാഥൻ ജീവിക്കുന്ന ദൈവം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹാലലുയ. ഹാലലുയ. കർത്താവേ, എനിക്കിതിങ്ങനെ പറയുമ്പോൾ എനിക്ക് വളരെയധികമായ സന്തോഷമാണ്. ഹാലലുയ. എനിക്കിത് പറയുമ്പോൾ വളരെയധികം പ്രത്യാശ. ഹാലലുയ. എത്രമാത്രം പറഞ്ഞാലും, ഹാലലുയ, ആ നന്ദി, ആ നന്മയുടെ വഴി എനിക്ക് തീരുകയില്ല. ഹാലലുയ. ഞാൻ, ഹാലലുയ, കർത്താവേ, എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഹാലലുയ, എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ, ഹാലലുയ, എനിക്ക്, ഹാലലുയ, സഹായമായി എവിടെ നിന്നെല്ലാം ആൾക്കാർ വിളിച്ചു, എവിടെ നിന്നെല്ലാം എന്നെ തേടിയെത്തും. ഹാലലുയ. എന്നെ റോഡിൽ കൂടി നടക്കാൻ പോലും മനുഷ്യൻ അനുവദിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ഞാൻ പഴയ മനുഷ്യനല്ലായിരുന്നു. ഹാലലുയ. ഞാൻ ദൈവത്തിൽ അറിഞ്ഞു, ഹാലലുയ, സ്നാനപ്പെട്ട് സഭയോട് നിന്ന് ദൈവത്തിന്റെ കൽപ്പനകളെ ഞാൻ ഉള്ളിൽ, ഹാലലുയ, ഏറ്റെടുത്തപ്പോൾ എന്നിലുള്ള പാവങ്ങൾ മാറി എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി എന്റെ ദൈവം മാറ്റി. ഹാലലുയ. ഇന്ന് ഞങ്ങൾ വളരെ സന്തോഷമായി ഞങ്ങൾ ജീവിക്കുന്നു. ഹാലലുയ. എനിക്ക് പറയുവാനുള്ളത്, ഹാലലുയ, എന്റെ ദൈവം, ഹാലലുയ, എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ ദൈവം. ഹാലലുയ. വേദനകളെയും ഭാരങ്ങളെയും പ്രയാസങ്ങളെയും മാറ്റുന്നവനായ ദൈവം. ഹാലലുയ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ തന്നെ ഏൽപ്പിക്കുകയാണ്. ഹാലലുയ. സമയം കിട്ടുമ്പോഴൊക്കെയും നമ്മൾ പ്രാർത്ഥിക്കുക. ഹാലലുയ. അങ്ങനെ, ഹാലലുയ, എനിക്ക് കണ്ണിന് വെച്ചിട്ട് കാഴ്ചക്കുറവുണ്ട്. ഹാലലുയ. ചെറിയ പ്രയാസങ്ങളൊക്കെ കൊണ്ട് ഞാൻ, ഹാലലുയ, കർത്താവേ, എനിക്കെന്റെ ഹാലലുയ, കർത്താവേ, എന്റെ
പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തുക്കളൊക്കെ എനിക്കൊരു ബോക്സ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഹാലുലിയ. അതുമായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടുകൊണ്ട് ലേഖ കൂടെ ഞങ്ങൾ പരസ്യമൊക്കെ ചെയ്യുന്നു. ഹാലുലിയ. അങ്ങനെയൊക്കെ സന്തോഷിക്കുക. അതെല്ലാം എന്നെ കൊണ്ട് ഏതെല്ലാം രീതി ചെയ്യാൻ കഴിയുന്നു, എന്നെ കൊണ്ടാകുന്ന രീതിയിലൊക്കെ ഞാൻ ദൈവത്തെ എന്റെ മരണനാഴി വരെ ഞാൻ പറഞ്ഞു ഹാലുലിയ, ഞാൻ എന്റെ യേശുവിന് വേണ്ടി ജീവിക്കും. ഹാലുലിയ. എന്റെ ജീവിതം ഹാലുലിയ എനിക്ക് എന്ന് വരെ ഉണ്ടെങ്കിലും ഹാലുലിയ, ഞാൻ അതുവരെയും ഹാലുലിയ എന്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നൊരു പ്രതിജ്ഞ എന്റെ ജീവിതത്തിൽ എടുത്തപ്പോൾ ഹാലുലിയ ഇന്ന് ഞങ്ങൾ സന്തോഷമായി ഞങ്ങൾ ജീവിക്കുകയാണ്. ഹാലുലിയ. ഞങ്ങൾക്കൊന്നിനും ഒരു കുറവില്ല. ദൈവം ഞങ്ങളെ അതിശയകരമായി ഞങ്ങളെ വഴി നടത്തുന്നു. ഹാലുലിയ. എന്നൊരു ഹാലുലിയ കർത്താവ് എന്നെ കാണുന്നവർ പറയും, കുഞ്ഞെ നിന്നെ കാണുമ്പോൾ ഹാലുലിയ, പ്രായമുള്ള അമ്മച്ചുമാരിനെ കാണുമ്പോൾ നിന്നെ കാണുമ്പോൾ ഞങ്ങൾക്ക് അതിശയമാണ്. ഹാലുലിയ. മറ്റുള്ള സഹോദരന്മാരും ജംഗ്ഷനൊക്കെ ചെല്ലുമ്പോൾ എന്നെ കാണുമ്പോൾ നിന്നെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു അത്ഭുതമാണ്. ഹാലുലിയ. എന്നെ കണ്ടവർ ഒരൊറ്റ മനുഷ്യൻ പറഞ്ഞില്ല ഞാൻ ജീവിച്ചിരിക്കുമെന്ന്. ഹാലുലിയ. അതുപോലെ ഞങ്ങൾ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് എന്റെ മരണത്തിലേക്ക് എന്നെ ഹാലുലിയ എന്നെ ഹാലു കർത്താവെ അവര് തള്ളിക്കളഞ്ഞതാണ്. ഹാലുലിയ. ഇദ്ദേഹം ജീവിച്ചിരിക്കത്തില്ല എന്നും പറഞ്ഞ് എന്നെ തള്ളിക്കളഞ്ഞതാണ്. ആ സ്ഥാനത്ത് ഹാലുലിയ എന്റെ ദൈവം എന്നെ ചേർത്ത് പിടിച്ചു. ഹാലുലിയ. ഞാൻ ദൈവത്തിന് മുൻപാകെ എന്റെ തെറ്റുകളേറ്റ് പറഞ്ഞ കർത്താവെ ഞാൻ കുറവുള്ളവനാണ്, ഞാൻ തെറ്റിപ്പോയി. ഹാലുലിയ. അനേക ദൈവദാസന്മാരിന്റെ ഭവനത്ത് കടന്നു വന്നിട്ടുണ്ട്, അനേക ദാസിമാരിന്റെ ഭവനത്ത് കടന്നു വന്നിട്ടുണ്ട്. ഞാൻ സുഖമായി ഓടി നടന്നപ്പോൾ എന്നോട് പറഞ്ഞു, കുഞ്ഞെ നിന്നെ ദൈവം സ്നേഹിക്കുന്നു. ഹാലുലിയ. നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നിങ്ങൾ സ്നാനപ്പെട്ട് സഭയോട് ചേരണം. അന്നേരമൊക്കെ ഞങ്ങൾ പറയും ഹാലുലിയ ഞങ്ങളുടെ CSC സഭയാ അല്ലെ ഞങ്ങളുടെ സഭ വലുതെന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷെങ്കിൽ ഇന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നു ഹാലുലിയ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന ദൈവത്തെ ഹാലുലിയ വെള്ളത്തിൽ ഹാലുലിയ ആ കർത്താവിയെ വെള്ളത്തിൽ സ്നാനപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന ആ ജീവിതമാണ് ഹാലുലിയ. അതാണ് ക്രിസ്ത്യ ഏറ്റവും വലിയ ജീവിതം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹാലുലിയ. എനിക്കൊരു കാര്യം വീണ്ടും പറയാനുള്ളത് ഹാലുലിയ, ഞാനും എന്റെ വൈഫും സ്നാനപ്പെട്ട് ഞങ്ങൾ കരിക്ക് കയറി ഞാൻ പറഞ്ഞല്ലോ ഹാലുലിയ, ഞാൻ കണ്ടൊരു ദേശം വേറൊരു ദേശമാണ്, വേറൊരു സ്ഥലം പോലെ എനിക്ക് തോന്നിയത്. ഹാലുലിയ. എന്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പോലെ എനിക്ക് തോന്നി. ഹാലുലിയ. എന്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാം കൊണ്ട് സന്തോഷവും സമാധാനവും കൊണ്ട് ഹാലുലിയ എന്നെ ഹാലുലിയ ഞാൻ പറഞ്ഞു എന്നെ നോക്കിയ ഡോക്ടേഴ്സ് പോലും ഹാലുലിയ, പുഷ്പല ഡോക്ടർമാരും ഒന്ന് സതീഷ് ഡോക്ടറും ഒന്ന് തങ്കമാമയോടും ഹാലുലിയ അവരൊക്കെ ദൈവമായിട്ടാണ് എന്റെ അവിടെ അടുക്കൽ കൊണ്ടുപോയത്. ഹാലുലിയ. ആ ഡോക്ടറൊക്കെ ഹാലുലിയ അമ്മ തന്റെ കുഞ്ഞിനെ നോക്കുന്നത് പോലെ ഹാലുലിയ എന്റെ ചേർത്ത് പിടിച്ച് ഹാലുലിയ ആ സ്നേഹത്തിലുള്ള വാക്കുകൾ ആ സ്നേഹത്തിലുള്ള പറച്ചിലും ഹാലുലിയ. എല്ലാവരും ക്യാൻസർ രോഗിയാന്ന് പറയുമ്പോൾ എല്ലാവർക്കും സഹതാപമാണ്. ഹാലുലിയ. എല്ലാവർക്കും മനസ്സലിവാണ്. ഹാലുലിയ. ഇത്രയും പ്രായമേ ഉള്ളൂ, ഈ 47-48 വയസ്സിൽ ഇദ്ദേഹം മരിച്ചു പോകില്ലോണ്ട് ഹാലുലിയ ചുറ്റും നിൽക്കുന്നവർ പരസ്പരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹാലുലിയ. ഒറ്റപ്പെട്ട് ഞാൻ വേദനിച്ചിരുന്ന് പൊട്ടി കരഞ്ഞിട്ടുണ്ട്. ഹാലുലിയ. എന്നാൽ എന്റെ കണ്ണുനീര് കണ്ടെനിക്ക് വിടുതലുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹാലുലിയ. ഏത് വലിയ കഷ്ടതയുടെ നടുവിൽ ഏത് കണ്ണുനീരിന്റെ നടുവിലും വിടുവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഈ ലോകത്തോട് ഞാൻ വിളിച്ചു പറയാൻ ഞാൻ ഹാലുലിയ ആഗ്രഹിക്കുക. ഹാലുലിയ. ഞങ്ങൾ അതുപോലെ ഞങ്ങൾ വേദനിച്ചൊരു കുടുംബമാണ്. എങ്ങനെ മുൻപോട്ട് പോകും, എങ്ങനെ മുൻപോട്ട് ജീവിക്കും, എങ്ങനെ മുൻപോട്ട് ഹാലുലിയ ഒക്കെ ഞങ്ങൾ ചിന്തിച്ചു വളരെ ഭാരപ്പെടുകയും ദൈവം ഞങ്ങളെ അതിശയകരമായി വഴി നടത്തുന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹാലുലിയ. ജീവിതത്തിൽ ഹാലുലിയ എനിക്ക് ഹാലുലിയ ഞാൻ 5 വർഷമായി ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, 5 വർഷമായി ഞാൻ അനുഭവിക്കുന്ന സമാധാനം, 5 വർഷമായി ഞാൻ അനുഭവിക്കുന്ന ഹാലുലിയ ആ നേട്ടങ്ങൾ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതിന്റെ അപ്പുറമാണ്. ഹാലുലിയ. ഞങ്ങൾക്കൊരു വരുമാനവും ഇല്ല. ഹാലുലിയ. ഞങ്ങൾക്കൊന്നും ആര് തരാനുമില്ല. ഹാലുലിയ. എല്ലാ വീടിനേക്കാളും ഉള്ളതുപോലെ ഞങ്ങളെ അവിടുന്ന് ഹാലുലിയ എല്ലാം ത്രിപുരന്ന് പോറ്റുന്ന ദൈവം ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് ഒരു ഭാരമില്ല. ഹാലുലിയ. ദൈവത്തെ എത്രമാത്രം മുറുകെ പിടിച്ച് ഞങ്ങൾ മുൻപോട്ട് ജീവിച്ചാൽ ഈ സമയം വരെ ദൈവം ഞങ്ങളെ അതിശയകരമായി നടത്തുന്നതിനായി സ്തോത്രം. എന്റെ മക്കള് നല്ല എല്ലാവരും നിലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹാലുലിയ. അതിന്റെ എല്ലാ കാര്യങ്ങളും ദൈവം ക്രമീകരണം ചെയ്തു തരുന്നു. ഹാലുലിയ. എന്റെ അമ്മയുണ്ട്, പ്രായം ചെന്നയാണ്. ഹാലുലിയ. എന്റെ അമ്മയ്ക്ക് പ്രായമുണ്ട്, എന്റെ വൈഫ് ചെറിയൊരു ജോലിയുണ്ട്. ആ ജോലി ഭാഗത്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. എന്നാൽ അതുപരിയായി ഞങ്ങൾക്ക് ദൈവം ഞങ്ങളെ അതിശയകരമായി നടത്തുന്നതിനായി നന്ദി പറയുകയാണ്. ഹാലുലിയ. എന്റെ വഴികളെ ഹാലുലിയ എന്റെ വാതിലുകളെല്ലാം അടഞ്ഞുപോയ സാഹചര്യങ്ങൾ ഹാലുലിയ എന്നെ അവിടെ സ്നേഹിച്ച ഒരു ദൈവം എന്ന് പറയുവാൻ ഈ ചാനലിലൂടെ എനിക്ക് കിട്ടിയ ഈ സമയത്തിന് ഞാൻ നന്ദിയോടെ ഞാൻ സ്വീകരിക്കുകയാണ്. നന്ദിയോടെ ഞാൻ പറയാൻ എനിക്കിത് പറയാൻ ഒരുക്കി തന്ന പ്രിയ അമ്മ ആന്റിയോട് ഞാൻ ശ്രീധരൻ നിർത്താൻ നന്ദി പറയുകയാണ്. ഹാലുലിയ. ദൈവം തമ്പുരാൻ ഹാലുലിയ വർണ്ണിച്ചത് പറയുവാൻ ഹാലുലിയ കർത്താവ് പറഞ്ഞാലും തീരാത്ത പോലെ ഹാലുലിയ ദൈവം ശ്രേഷ്ഠതയോടെ നിറച്ചതാണ്. ഹാലുലിയ. പല വേദനകളും പല ഭാരങ്ങളും ഞങ്ങളുടെ വന്ന് കൊടുക്കുകയും അവിടെ ഞങ്ങളെ കൈപിടിച്ച് ഒരു ദൈവമുണ്ട്. ഹാലുലിയ. ആ ദൈവത്തിന്റെ സ്നേഹത്തിന് മുന്നിൽ ഹാലുലിയ ഞങ്ങളെ ഹാലുലിയ ഇത്രത്തോടെ പരിപാലിച്ച ദൈവം ഹാലുലിയ ജീവിക്കുക. ഇങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹാലുലിയ. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്തു. ഞങ്ങൾ ഹാലുലിയ ഇന്ന്
അനേക ഹാലുലിയ ഈ ഹീമോ കർത്താവ് മറ്റ് രോഗികൾ ഹീമോ ഒക്കെ എടുക്കുമ്പോഴും ഇന്ന് ഞാൻ ദൈവത്തെ വിശ്വസിച്ച് ഹാലുലിയ, ഇന്ന് ഞാൻ ഹാലുലിയ ഹീമോ മറ്റു കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഹാലുലിയ എല്ലാം ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ യേശു എന്നെ പൂർണ്ണമായി സൗഖ്യമാണ്. ഞാൻ ഹാലുലിയ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ദൈവത്തോട് തീരുമാനമെടുത്തു, ഒരു വർഷം ഞാൻ 21 ദിവസം വെച്ച് ഉപവസിച്ചോളാം. എനിക്ക് ഒന്നിച്ചിരിക്കാനൊക്കെ ഒരു 7 പ്രാവശ്യം വെച്ച് ഞാൻ ദിവസത്തിൽ 3 വർഷക്കാലം ദിവസത്തിൽ 21 ദിവസം വെച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എത്രമാത്രം ദൈവത്തോട് അടുത്ത് ചെന്നപ്പോൾ അത്രമാത്രം ദൈവം എന്നെ സ്നേഹിച്ചു. ദൈവം ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന അനുഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി എൻ്റെ ദേശകാരും നാട്ടുകാരും വീട്ടുകാരും എല്ലാ സഭകളും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് കാരുണ്യ ഞങ്ങൾക്ക് ഇത്രത്തോളം നന്മയോടെ ഞാൻ ജീവിക്കും. അല്ലെ ഞാൻ പറയാൻ സാധിക്കും, ഞാൻ ലോകത്തെ ഹാലുലിയ മറ്റു രീതിയിൽ ഞാൻ പോവുകയായിരുന്നെങ്കിൽ ഹാലുലിയ ഇന്ന് ഞാൻ ഈ ഭൂമുഖത്ത് കാണത്തില്ല. എൻ്റെ യേശുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ച് എൻ്റെ കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ഞാൻ 2022 സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നപ്പോൾ പറയാൻ സാധിക്കുന്നു, എൻ്റെ ക്യാൻസർ എന്ന മാരാരോഗം ദൈവം മാറ്റി തന്നു. ഹാലുലിയ എത്ര വലിയ രോഗത്തിനടിമയാണേലും ഹാലുലിയ ഏത് പ്രതിസന്ധിയിൽ നിറഞ്ഞു നിൽക്കുന്നവരാണേലും യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് സമാധാനം തരുന്ന ദൈവമാണ്. അവിടുന്ന് ഹാലുലിയ കൈകാലിൽ നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെ ഞാൻ ഹാലുലിയ രുചിച്ചറിഞ്ഞവനാണ്. ആ ദൈവത്തെ ഞാൻ കണ്ടവനാണ്. ഹാലുലിയ ഈ ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മരണം ഞാൻ എന്റെ മുന്നിൽ കണ്ട ഒരാളാണ്. ഹാലുലിയ കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്ന 9ാമത്തെ ദിവസം ഹാലുലിയ എന്റെ മരണത്തിലേക്ക് എന്നെ നയിച്ചുകൊണ്ട് പോകുന്നത് വരെ ഞാൻ കണ്ടതാണ്. ഹാലുലിയ അവസാനത്തിന്റെ ദൈവം ഈ 2025 ഈ സമയം വരെ ഇവിടെ നിർത്തിയിരിക്കുന്ന ദൈവത്തിന് കോടാനുകൂടി നന്ദി പറയുകയാണ്. ഹാലുലിയ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹാലുലിയ എല്ലാവരും ഹാലുലിയ ഈ ചാനലിലൂടെ കാണുന്ന എൻ്റെ എല്ലാവരും എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ കുടുംബത്തിനോട് പ്രാർത്ഥിക്കണം എന്ന് ദൈവനാമത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഹാലുലിയ എനിക്ക് ഇത്ര സമയം തന്നു ഞാൻ നന്ദി പറയുന്നു. ദൈവം ഹാലുലിയ അനുഗ്രഹിക്കട്ടെ. പ്രിയ അമ്മാമ്മയോട് വീണ്ടും എൻ്റെ നന്ദി പറയുകയാണ്. എന്നെ വിളിക്കുകയും ഒത്തിരി പ്രാവശ്യം വിളിക്കുകയും അമ്മമ്മ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് എന്നെ എൻ്റെ കുടുംബങ്ങളെ എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയ സാക്ഷ്യം നിൽക്കും. ദൈവം നമ്മുടെ അനുഗ്രഹിക്കും. കണ്ണുനീരിൻ താഴ്വരയിൽ കരയും വേളകളിൽ കണ്ണുനീരിൻ താഴ്വരയിൽ കരയും വേളകളിൽ കൈവിടില്ലൻ കർത്തനന്റെ കൈവിടില്ലൻ കർത്തനന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു അന്ത്യത്തോളം ചിറകാടിയിൽ അവൻ കാത്തിടും ധാരയിൽ അന്ത്യത്തോളം ചിറകാടിയിൽ അവൻ കാത്തിടും ധാരയിൽ ആപത്തിലും രോഗത്തിലും ആപത്തിലും രോഗത്തിലും അവനാണെനിക്കഭയം എൻ്റെ ആപത്തിലും രോഗത്തിലും അവനാണെനിക്കഭയം സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സാധുക്കൾക്ക് പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ദൈവം, സാധുക്കളായിരിക്കുന്നവരെ കൈവിടുന്ന ദൈവമല്ല നാം സേവിക്കുന്ന കർത്താവ്. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ജീവിതത്തിൽ ഒരു കാലത്ത് ദൈവത്തെ അറിയാതിരുന്നു. എന്നാൽ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ വന്ന വ്യത്യാസം
സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, സഹായിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ആമേൻ. അതേ വിടുതലിന്റെ ദൈവം ഈ ലോകത്തിൽ ഇതിൽ പരം എന്താണ് നമുക്ക് വേണ്ടിയത്? കർത്താവിനെ അറിഞ്ഞതിൽ പരം സന്തോഷം കർത്താവിന്റെ ദാസന് പങ്കിടുവാൻ മറ്റൊന്നുമില്ല. എനിക്ക് വളരെ സന്തോഷം. മരണത്തിന്റെ താഴ്വരയിലൂടെ കടന്നു പോയപ്പോൾ ആമേൻ, എല്ലു പൊടിയുന്ന ഒരു ക്യാൻസർ രോഗം അത്ര വേദനാജനകമാ. സ്തോത്രം. ശരീരത്തിന്റെ വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. എന്നാൽ ഹല്ലേലൂയ, എന്റെ ദൈവം ആമേൻ പൊടിഞ്ഞതിനെ കൂട്ടി യോജിപ്പിക്കുവാൻ, മുറിച്ചതിനെ യോജിപ്പിക്കുവാൻ കഴിവുള്ള ദൈവമെന്ന് ആമേൻ അനുഭവത്തിലൂടെ സാക്ഷിക്കുന്നത് കേൾക്കുവാൻ, മരണം കാത്ത് ഡെഡ് ബോഡിയുമായി വരുന്നത് കാത്തിരുന്ന ബന്ധുക്കൾക്ക് മുൻപിൽ ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ശക്തിയോടെ നിർത്തിയ ദൈവത്തിന് എത്ര സ്തോത്രം പറഞ്ഞാലും നമുക്ക് മതി വരില്ല പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. അത്രമാത്രം ഇത് അനുഭവത്തിലൂടെ കടന്നുപോയവർക്ക് മാത്രമേ ഇതിന്റെ ഭാരവും ഇതിന്റെ വേദനയും ദുഃഖവും ഒക്കെ അറിയത്തുള്ളൂ. എന്നാൽ ഹല്ലേലൂയ, ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു, കർത്താവിന്റെ ദാസനെ ഈ രോഗത്തിലൂടെ കടത്തി വിട്ടത് ദൈവിക പദ്ധതിയാണ്. തന്നെയും തന്റെ കുടുംബത്തെയും നേടുക മാത്രമല്ല, ആമേൻ, കർത്തദാസൻ മുഖാന്തരം അനേക കുടുംബങ്ങൾ വിടുവിക്കപ്പെടണം. ഇങ്ങനെ നിരാശയിൽ കഴിയുന്ന ഒത്തിരി കുടുംബങ്ങൾ വിടുവിക്കപ്പെടണം. അതിനുവേണ്ടി കർത്താവ് ഒരു കൊച്ചു മിനിസ്ട്രി ഒക്കെ ഏൽപ്പിച്ചു. ആമേൻ. ഞാൻ പറയട്ടെ, മരിക്കുവോളം കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ഓടുവാൻ, വിശ്വസ്തനായി നിന്നുകൊണ്ട് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഹല്ലേലൂയ പ്രയോജനപ്പെടുവാൻ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നു കർത്താവ് അനേകായിരങ്ങളെ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ പ്രതിഫലമായിട്ട് നൽകി തരും. ഒരാത്മാവിന്റെ വില എത്രയാ? ഭൂലോകത്തേക്കാൾ വിലയേറിയതാ. അങ്ങനെയെങ്കിൽ നമുക്ക് വലിയ സമ്പാദ്യമൊന്നും ഈ ലോകത്ത് വേണ്ട. ആമേൻ. അങ്ങ് ചെല്ലുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വലിയ ഒരുക്കും. ഞാൻ ചിന്തിക്കുക, എത്ര പ്രയാസത്തിലൂടെ നമ്മളെ ദൈവം എത്രയാ സ്നേഹിക്കുന്നത് അല്ലേ? ആ ദൈവത്തിന്റെ സ്നേഹം അങ്ങോട്ട് വർണ്ണിച്ചാൽ അല്പം വേദനയൊക്കെ വന്നു. കർത്താവ് കാൽവറിയിൽ സഹിച്ച വേദനയൊന്നും നമുക്ക് തന്നിട്ടില്ല. ഹല്ലേലൂയ. ഇത്രമാത്രം ദൈവം സ്നേഹിപ്പാൻ എന്തുള്ളൂ. ഹല്ലേലൂയ. ആ സ്നേഹം വർണ്ണിച്ചാൽ തീരത്തില്ല. കരഞ്ഞാൽ കണ്ണീരൊപ്പുന്ന ദൈവം. അമ്മയെ ആശ്വസിപ്പിക്കുന്നവളെ ആശ്വസിപ്പിക്കുവാൻ ആമേൻ. സാധാരണഗതിയിൽ ഡോക്ടേഴ്സും നേഴ്സസും ഒക്കെ ആമേൻ മാറി നിൽക്കേന്ന് പറയുന്ന സ്ഥാനത്തെ ചേർത്ത് നിർത്തി. ഹല്ലേലൂയ. ഇതൊക്കെയാണ് എന്റെ ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷവും എന്റെ കണ്ണീര് അടർന്നു വീണ് സാക്ഷ്യം കേട്ടപ്പോൾ. ആമേൻ. വിവിധങ്ങളാകുന്ന രോഗങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, കർത്തദാസൻ നിങ്ങൾക്ക് നൽകിയ ആഹ്വാനം, തന്റെ പ്രത്യാശ, ഹല്ലേലൂയ, തന്നിലൂടെ കേൾത്ത ഓരോ വാചകങ്ങൾ ഹല്ലേലൂയ സ്വന്തമാക്കുക. കാരണം ജീവിക്കുന്ന ഒരു കർത്താവുണ്ട്, സൗഖ്യദായകനായ ഒരു കർത്താവുണ്ട്. അവൻ മരണത്തെ ജയിച്ച കർത്താവാണ്, സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഇത്രയും പ്രയാസത്തിന്റെ നടുവിൽ വിടുവിച്ച ഒരു ദൈവത്തെ സാക്ഷിക്കുവാൻ കർത്താവിന്റെ ദാസനെ സഹായിച്ചല്ലോ. ഞാൻ പറയട്ടെ, ചിലരൊക്കെ എന്നോട് പറയാറുണ്ട്, ഞങ്ങൾക്ക് പ്രയാസമാണ്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നടക്കാൻ കഴിയില്ല. ഞാൻ പറയട്ടെ, ആമേൻ, നമ്മുടെ സാഹചര്യങ്ങളോ സമ്മർദ്ദങ്ങളോ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയോ നമ്മുടേതായ പണമോ നമ്മുടേതായ യാതൊന്നുമല്ല കർത്താവ് നോക്കുന്നത്. നമ്മളെ തന്നെ കർത്താവിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. സ്തോത്രം. കർത്താവിന്റെ ദാസൻ മനസ്സോടെ അത് എന്ന് ചെയ്തോ അന്ന് വിടുതലുണ്ടായി. എന്തോ ഇറങ്ങിപ്പോകുന്ന പോലെ തോന്നിയെന്ന് പറഞ്ഞു. ആ പൈശാചിക ശക്തികളൊക്കെ തന്നിൽ നിറങ്ങിയിട്ട് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണവും നിയോഗവും തന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആ മേപ്രാലിന്റെ പ്രദേശത്ത് താമരാൽ ആമേൻ എന്ന് പറയുന്ന ആ ഒരു കൊച്ചു ഗ്രാമത്തിൽ ആമേൻ അത്രയും പേർക്ക് ഒരു ആമേൻ കണ്ണിലുണ്ണിയായി മാറുവാൻ, അല്ലേ, സ്വന്തം സഹോദരനായി മാറുവാൻ ദൈവം ഇടയാക്കി. ഈ സ്തോത്രം. ആമേൻ. എനിക്കറിയാം ആ ദേശമൊക്കെ, ഞാൻ അവിടെ വന്നിട്ടുള്ളത് നമ്മൾ സംസാരിച്ചതാണല്ലോ. ആമേൻ. കൃപയാല് ആ താമരാൽ പ്രദേശം വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് ആമേൻ പ്രതികൂലത്തിന്റെ നടുവിലൊക്കെ ദൈവം എത്ര വലിയ കാര്യമായി ചെയ്തത്. ഇതൊക്കെ ആമേൻ കേൾക്കുന്നവർക്ക് ഈസി ആയിട്ട് തോന്നും. പ്രിയപ്പെട്ടവരെ, അത്ര ഈസി അല്ല. ആ പ്രയാസം നിറഞ്ഞ ദേശവും അവിടുത്തെ രോഗാവസ്ഥകളും സാധാരണക്കാരായ ജനങ്ങളും കൂലിപ്പണിക്ക് പോകുന്നവരും പാടത്ത് കൃഷി ചെയ്യുന്നവരും ഒക്കെയാ. അവരുടെ ഒക്കെ നടുവിൽ ഹല്ലേലൂയ ഒരു സ്വന്തം സഹോദരനെ ഏറ്റെടുത്തതുപോലെ ജനം ഏറ്റെടുത്തുവെങ്കിൽ സ്വർഗം സ്വന്തം മകനായി തന്നെ ഏറ്റെടുത്തു.
ഹല്ലേലൂയ. ആമേൻ. എനിക്കും എത്ര പറഞ്ഞാലും മതി വരത്തില്ല. കാരണം എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ആമേൻ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രശ്നത്തിന്റെ നടുവിൽ നമ്മെ ഇറങ്ങി വന്ന് സ്നേഹിക്കുന്ന കർത്താവ് തന്റെ ദാസനെ ഇത്രത്തോളം സഹായിച്ചല്ലോ. കുടുംബമായിട്ട് കർത്താവ് മാനിക്കട്ടെ. ക്ഷീണിച്ച് തളർന്നു പോകുവാൻ അനുവദിക്കാതെ ഈ ഭൂമിയിൽ ആയുസ് ഒരിക്കൽ, ആമേൻ, എത്ര ആയുസ്സുണ്ടോ ഒരിക്കൽ നമുക്ക് പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ പോകണം. എന്നാൽ അതിനു മുൻപേ കടന്നു പോകാൻ അനുവദിക്കാത്ത കർത്താവ് ആയുസ് തന്നുവെങ്കിൽ ഈ ആയുസിന്റെ, ആമേൻ, തീരുന്നവരെയും ആ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഓടുവാനും അധ്വാനിക്കുവാനും കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കുടുംബത്തിന് വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്തദാസിക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഒക്കെയും സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ശ്രവിച്ച് ഈ ലൈവിലൂടെ കടന്നു വന്ന് ഞങ്ങളെ ശ്രവിച്ച ഓരോ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. തുടർന്ന് ആമേൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ഈ സാക്ഷ്യം കേൾക്കുവാനിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മാത്രമല്ല, നിങ്ങളിൽ ആർക്കൊക്കെ ആമേൻ ഇങ്ങനെ സാക്ഷ്യം പറയുവാൻ താല്പര്യമുണ്ടോ, നിങ്ങൾ ഞങ്ങളെ ബന്ധപ്പെടുക. അപ്പോൾ തന്നെ നിങ്ങൾ മെസ്സഞ്ചറിലൂടെ ഞങ്ങളോട്, ഈ ഫേസ്ബുക്കിൽ ഞങ്ങളുടെ നമ്പർ ഇല്ല എങ്കിൽ മെസ്സഞ്ചറിലൂടെ ഞങ്ങൾക്ക് മെസ്സേജ് ഇടുക. ആമേൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഭാഗവാക്കായി തീരുവാനായിട്ട് കഴിയും. എല്ലാ ദിവസവും 8:30 മുതൽ 9:30 വരെയുള്ള സമയം അനേകരുടെ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുവാനുള്ള, ആമേൻ, സമയമാണ്. ആകയാൽ ഈ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് അവസരങ്ങൾ നൽകാം. കർത്താവ് അതിനെ സഹായിക്കട്ടെ. ദാസിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ചുരുങ്ങിയ സമയം കൊണ്ട് തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വിടുതലുകളെ വർണ്ണിക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഒരായുസും കൂടി ദൈവം തന്റെ ഭക്തന് കൊടുത്തല്ലോ. അപ്പാ, അവിടുത്തെ മുഖം ചുമക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവ് നിർബന്ധത്താൽ ശിമിയോൻ ആ ക്രൂശ് ചുമന്നു. അവന്റെ മക്കൾ, ഹല്ലേലൂയ, ആമേ, റൂഫോസിനെയും അലക്സാണ്ടറിനെയും മാനിച്ച് അനുഗ്രഹിച്ചതുപോലെ അങ്ങയുടെ അഭിഷിക്തനെ സ്വർഗം അനുഗ്രഹിക്കണമേ. തന്റെ തലമുറകളെ കോവിയാൽ മാനിക്കപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ വലുതും ചെറുതുമായ സകല ആവശ്യങ്ങളെയും ഞങ്ങൾ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഹൃദയത്തിൽ വലിയ സമാധാനവും സന്തോഷവും രോഗശാന്തിയിൽ നിന്നൊരു വിടുതലും കർത്താവ് കൽപ്പിക്കും. ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. സകലമാന മഹത്വവും അവിടുന്നെടുക്കും. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയോടെ കേൾക്കണമേ, സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. മറാനാഥ.